ഹേ വ്യൂവേഴ്സ്, എംബ്രൈസിംഗ് ഡിഫറൻസസ് എന്ന യൂണിറ്റിലെ ഹലോ ആം എ വീൽ ചെയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹലോ ആം എ വീൽ ചെയർ. ഞാനൊരു വീൽ ചെയർ ആണ്. ഹലോ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഈസ് ബെക്കി. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദി ഗേൾ ഹൂ സ്റ്റീഴ്സ് മീ. ഈ കവിതയിൽ വീൽ ചെയർ ആണ് സംസാരിക്കുന്നത്. ഹലോ, ഞാൻ വീൽ ചെയർ ആണ്. എൻ്റെ പേരാണ് ബെക്കി. അതാണ് അവൾ, എന്നെ തള്ളിക്കൊണ്ടു പോകുന്ന എൻ്റെ സുഹൃത്ത്. ആസ് ഷീ വീൽസ് മീ ഡൗൺ ദി സ്ട്രീറ്റ് ഷീ ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ്. The look on her face you don't see. You are too busy looking at me. അവൾ സ്ട്രീറ്റിലൂടെ എന്നെയും കൊണ്ട് പോകുമ്പോൾ സ്വന്തം കാലിൽ നടക്കുവാനാണ് അവൾ സ്വപ്നം കാണുന്നത്. നിങ്ങളാരും അവളുടെ മുഖം കാണുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ്. She gives you a smile so true, but you don't see that, do you? The smile on her face you don't see. You are too busy looking at me. അവൾ നിങ്ങളെല്ലാവരും നോക്കി ചിരിക്കാറുണ്ട്, പക്ഷെ അത് നിങ്ങൾ കാണാറില്ല, ഉണ്ടോ? അവളുടെ മുഖത്ത് ചിരി ആരും കാണാറില്ല. നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ്. ഹലോ, ആം എ വീൽ ചെയർ ആൻഡ് ആം സ്റ്റീർഡ് ബൈ ബെക്കി, എ ഗേൾ ഹൂഡ് സോ മച്ച് റാദർ ബി ക്ലൈംബിംഗ് എ ടാൾ ട്രീ. ഹലോ, ഞാനൊരു വീൽ ചെയർ ആണ്. എന്നെ ഓടിക്കുന്നത് ബെക്കിയാണ്. അവൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ മരത്തിൽ കയറുവാനാണ്. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ വിത്തൗട്ട് ഹർ വേർ വുഡ് ഐ ബി? പാർക്ക്ഡ് ഇൻ എ ഗാരേജ്, ദാറ്റ്സ് വെയർ, വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ. നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തിനെ കണ്ടാൽ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെ അവൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയായിരിക്കും. അതായത് വീൽ ചെയറിനെ അവൾ ഉപയോഗിച്ചില്ലെങ്കിൽ വീൽ ചെയർ എവിടെയായിരിക്കുമെന്ന്. ഒരു ഗ്യാരേജിൽ പാർക്ക് ചെയ്തിരിക്കും. നിങ്ങളെല്ലാവരും മരത്തിൽ കയറുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അതായത് വീൽ ചെയർ ബെക്കിക്ക് ജീവന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അതല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടാതെ ഒറ്റപ്പെട്ടിരിക്കും. വെൻ യു സീ മീ ആൻഡ് ബെക്കി, there is one thing you don't see. I couldn't move without her any more than she could move without me. നിങ്ങൾ ബെക്കിയെയും എന്നെയും കണ്ടാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ കാണില്ല. എനിക്ക് അവളില്ലാതെ ചലിക്കാൻ കഴിയില്ല. അവൾക്ക് ഞാനില്ലാതെയും ചലിക്കാൻ കഴിയില്ല. അതായത് ബെക്കിയും വീൽ ചെയറും തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്, ശരീരത്തിൽ വൈകല്യമുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉപകരണങ്ങൾ മാത്രം നോക്കാതെ നമ്മൾ അവരുടെ മുഖത്തു കൂടി നോക്കണം. അവരുടെ വികാരങ്ങളും സ്വപ്നങ്ങളും കൂടി നമ്മൾ കാണാൻ ശ്രമിക്കണം. അവർക്ക് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും കൊടുക്കുന്ന സാധനങ്ങളെ നമ്മൾ ആദരിക്കണം.